കർത്താവ് ജോഷുവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കളോട് നീ പറയുക, മോശ വഴിയായി ഞാൻ അറിയിച്ച പട്ടണങ്ങൾ നിങ്ങൾ അഭയസങ്കേതങ്ങളായി തിരഞ്ഞെടുക്കുക. അവിടെ സ്വന്തം മനസ്സാലെയല്ലാതെ യാദൃശ്ചികമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയവന് അഭയം ലഭിക്കും. അങ്ങനെ അവൻ്റെ അടുത്ത ബന്ധുവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാനുള്ളവൻ്റെ ദ്വേഷത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അങ്ങനെയുള്ള പട്ടണങ്ങളിൽ ഒന്നാണ് ഹെബ്രോൻ. ഇങ്ങനെയും എഴുതപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ മൂപ്പന്മാർ നിരപരാധിയായവനെ വധിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നേരെ മറിച്ച് അവനെ സ്വീകരിച്ച് അവന് പാർക്കാൻ ഒരിടം കാണിച്ചു കൊടുക്കുകയും അവൻ പുരോഹിതൻ്റെ മരണത്തിനു ശേഷം വിധിയെ നേരിടുന്നതുവരെ അവിടെ താമസിക്കും. അനന്തരം സ്വന്തം നാട്ടിലേക്കും സ്വന്തം വീട്ടിലേക്കും പോകും. ആ നിയമം ഉദ്ദേശിക്കുന്നതും അനുശാസിക്കുന്നതും അയൽക്കാരനോട് കരുണാർദ്രമായ സ്നേഹം വേണമെന്നാണ്. ദൈവം ആ നിയമം കൊടുത്തതിൻ്റെ കാരണം കുറ്റവാളിയെ ചോദ്യം ചെയ്യാതെ വിധിക്കുന്നത് നിയമാനുസൃതമല്ലാത്തതിനാലാണ്. അതുപോലെ തന്നെ വിരോധമുറ്റി നിൽക്കുമ്പോഴും കൊല്ലുന്നത് ശരിയല്ല. ഇത് തന്നെ എല്ലാ ധാർമ്മിക കുറ്റങ്ങളെക്കുറിച്ചും കുറ്റാരോപണങ്ങളെക്കുറിച്ചും പറയാവുന്നതാണ്. ശരിക്കും കുറ്റം ചെയ്തു എന്ന് അറിഞ്ഞുകൂടെങ്കിൽ കുറ്റക്കാരനെ ചോദ്യം ചെയ്യാതെ വിധി പ്രസ്താവിക്കുന്നതും ശരിയല്ല. എന്നാൽ ഈയിടെയായി കുറെ പുതിയ വിധികളുടെയും കുറ്റാരോപണങ്ങളുടെയും പരമ്പര നിലവിലുള്ള നിയമങ്ങളോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. സാധാരണ പാപങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ദൈവനാമത്തിൽ വരുന്നവർക്കെതിരെയാണ് ഈ പുതിയ നിയമങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ ഇവ പ്രവാചകന്മാർക്കെതിരായാണ് പ്രയോഗിച്ചത്. ഇന്ന് അവ ക്രിസ്തുവിൻ്റെ മുൻഗാമിക്കും ക്രിസ്തുവിന് തന്നെയും എതിരായിട്ടാണ് ഉന്നയിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഷെക്കമിൽ നിന്ന് ചതിയിൽ കൂട്ടിക്കൊണ്ടുവരപ്പെട്ട ഹെരോദസിൻ്റെ കാരാഗൃഹത്തിൽ കഴിയുന്ന ജോൺ മരണം പാർത്ത് കഴിയുകയാണ്. കാരണം അയാൾ ഒരിക്കലും അസത്യത്തിനോ ഒത്തുതീർപ്പിനോ കൂട്ടുനിൽക്കുകയില്ല. അവൻ്റെ ജീവൻ തകർക്കപ്പെട്ടേക്കാം, അവൻ്റെ ശിരസ് വിച്ഛേദിക്കപ്പെട്ടേക്കാം. എന്നാൽ അയാളുടെ സത്യസന്ധതയെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ്റെ ആത്മാവിനെ സത്യത്തിൽ നിന്നും വിച്ഛേദിക്കാൻ പറ്റുകയില്ല. സത്യത്തെ അതിൻ്റെ ദൈവികവും സ്വഭാവാതീതവും ധാർമ്മികവുമായ തലങ്ങളിൽ അവൻ വിശ്വസ്തയോടെ സേവിച്ചു. അതുപോലെ ക്രിസ്തുവിനെയും ഇരട്ടിയോ പത്തിരട്ടിയോ ക്രൂരതയോടെ പീഡിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു അത് നിയമാനുസൃതമല്ല എന്നു മാത്രം ഹെരോദോസിനോട് പറയുകയല്ല ചെയ്യുന്നത്. ഇടിനാദം പോലെ അത് അവൻ മുഖം നോക്കാതെ ഒരു വിഭാഗത്തെയും ഒഴിവാക്കാതെ പാപം എവിടെയെല്ലാം കാണുന്നുണ്ടോ അവിടെയെല്ലാം പറയുന്നു. ദൈവനാമത്തിലും ദൈവമഹത്വത്തിനായുമാണത് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കും? ഇസ്രായേലിൽ ഇനിയും ദേവദാസന്മാർ അവശേഷിച്ചിട്ടില്ലേ? ഉണ്ട്, എന്നാൽ അവർ വിഗ്രഹങ്ങൾ മാത്രം. വിപ്രവാസികൾക്ക് ജെറമ്യ എഴുതിയിട്ടുള്ള കത്തുകളിൽ ഇക്കാര്യവും കാണുന്നു. നിങ്ങളുടെ ശ്രദ്ധ അക്കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം പുസ്തകത്തിലെ ഓരോ വാക്കും ഓരോ പാഠമാണ്. അന്നത്തെ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് എഴുതപ്പെട്ടതെങ്കിലും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ ബാബിലോണിൽ പ്രവേശിക്കുമ്പോൾ സ്വർണം, വെള്ളി, കല്ല്, തടി ഇവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദേവന്മാരെ കാണും. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. വിദേശികളായ അവരെ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുക: കർത്താവെ, അങ്ങയെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ആ വിഗ്രഹങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. കൊത്തുപണിക്കാരൻ നിർമ്മിച്ചിരിക്കുന്ന നാക്കുപയോഗിച്ച് അവ അവയുടെ കള്ളപുരോഹിതരെ ശാസിക്കുന്നില്ല. ആ പുരോഹിതർ ചെയ്യുന്ന പ്രവൃത്തി വിഗ്രഹങ്ങളെ അണിയിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്ത് വേശ്യകളെ ധരിപ്പിക്കുക, പിന്നീട് വേശ്യാവൃത്തിയുടെ വിയർപ്പ് പറ്റി അശുദ്ധമായിരിക്കുന്ന അതേ ആഭരണങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് വിഗ്രഹങ്ങളിൽ ചാർത്തുക എന്നിവയാണ്. തുരുമ്പെടുത്തു പോകുന്നതും ചിതലരിക്കുന്നതുമായ വിഗ്രഹങ്ങൾ. മനുഷ്യൻ കഴുകി വൃത്തിയാക്കി വസ്ത്രങ്ങൾ അണിയിച്ചാൽ മാത്രമേ അവ വൃത്തിയായിരിക്കൂ. സ്വയം ഒന്നും ചെയ്യാൻ അവയ്ക്ക് ശക്തിയില്ല. അവരുടെ കയ്യിൽ ചെങ്കോലും കോടാലിയും കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു:
ആകയാൽ അവയെ നിങ്ങൾ ഭയപ്പെടരുത്. പൊട്ടക്കലം പോലെ ഉപയോഗശൂന്യമാണവ. അവയുടെ കണ്ണുകൾ നിറയെ പൊടിയാണ്. ദേവാലയത്തിൽ വരുന്നവരുടെ കാലിൽ നിന്ന് പാർന്ന പൊടി. കുഴിമാടത്തിൽ ശയിക്കുന്നവൻ്റേതുപോലെ ആ കണ്ണുകൾ പൂട്ടപ്പെടുന്നു. അഥവാ രാജാവിന് അപ്രീതി വരുത്തിയ ഒരുവൻ ഭയപ്പെട്ട് കണ്ണടയ്ക്കുന്നത് പോലെ. ആർക്കു വേണമെങ്കിലും അവയുടെ വിലപിടിപ്പുള്ള ചമയങ്ങൾ മോഷ്ടിക്കാം. വിളക്കുകളുടെ പ്രകാശം അവ കാണുന്നില്ല. അതിനാൽ അവ ദൈവാലയത്തിൻ്റെ തുലാം പോലെ തന്നെ. വിളക്കിൻ്റെ പുകയേറ്റ് അവ കറുത്തു പോകുമെന്ന് മാത്രം. മൂങ്ങായും കുരുകിലും മറ്റു പറവകളും അവയുടെ തലയ്ക്ക് മീതെ പറക്കുകയും അവയുടെ മേൽ കാഷ്ടമിടുകയും ചെയ്യുന്നു. അവയുടെ വസ്ത്രങ്ങൾക്കിടയിൽ പൂച്ച കിടക്കുകയും കടിച്ചു കീറുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അവയെ ഭയപ്പെടരുത്. അവ മൃതമാണ്. സ്വർണം കൊണ്ട് അവയ്ക്ക് ഒരു ഉപകാരവുമില്ല. ഒരു പ്രദർശനത്തിന് മാത്രമാണവ. ആഭരണങ്ങൾ മിനുക്കുന്നില്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് ഒരു ശോഭയുമില്ല. നീ അവരെ ഉണർത്തിയില്ല. വലിയ വില കൊടുത്താണവ വാങ്ങിയിട്ടുള്ളത്. മനുഷ്യന് ഇഷ്ടമുള്ളിടത്തെല്ലാം അവയെ കൊണ്ടു നടക്കുന്നു. കാരണം അവയ്ക്ക് ഒരു ശക്തിയുമില്ല. എന്നാൽ പിന്നെ ദൈവങ്ങളെന്ന് അവയെ വിളിക്കുന്നതെന്തിന്? കാരണം അവയെ ആരാധിക്കുന്നവർ പണം കാഴ്ചവെക്കും, കപടമായ കർമാനുഷ്ഠാനങ്ങൾ നടത്തും. ഇതൊന്നും അവ നടത്തുന്നവരോ അത് കാണുന്നവരോ അറിയുന്നില്ല. നന്നായിട്ടോ മോശമായിട്ടോ പെരുമാറിയാലും അവയ്ക്ക് പ്രതികരിക്കാൻ കഴിവില്ല. രാജാവിനെ നിയമിക്കാനോ നിഷ്കാസനം ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല. സമ്പത്തോ ദുരിതമോ കൊടുക്കാൻ അവയ്ക്ക് കഴിവില്ല. മരണത്തിൽ നിന്ന് ഒരുവനെ രക്ഷിക്കാനോ ശക്തനായ ഒരുവനിൽ നിന്ന് മോചിപ്പിക്കാനോ അവയ്ക്ക് കഴിവില്ല. വിധവകളോടും അനാഥരോടും അവയ്ക്ക് ഒരലിവുമില്ല. അവ പർവ്വതങ്ങളിലെ കല്ലുപോലെ തന്നെയാണ്. ആ കത്ത് ഇങ്ങനെയെല്ലാമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കും വിഗ്രഹങ്ങളാണുള്ളത്. കർത്താവിൻ്റെ അണികളിൽ വിശുദ്ധന്മാരില്ല. അതുകൊണ്ടാണ് നന്മയ്ക്കെതിരെ തിന്മ ഉയരുന്നത്. വിശുദ്ധന്മാരല്ലാത്തവരുടെ ബുദ്ധിയെയും മനസ്സിനെയും തിന്മയുടെ കാഷ്ടം കൊണ്ടും മലിനമാക്കുന്ന സ്ഥിതി. വലിയ കുപ്പായങ്ങളുടെ അടിയിൽ വീട് വച്ച് കഴിയുന്ന തിന്മ. അവർക്ക് ദൈവവചനം പ്രസംഗിക്കാൻ കഴിവില്ല. തീർച്ചയായും അവരുടെ നാവ് മനുഷ്യനിർമ്മിതമാണ്. അവർ മനുഷ്യൻ്റെ വാക്കുകൾ പറയുന്നു. എപ്പോൾ? സാത്താൻ്റെ വാക്കുകൾ പറയാത്തപ്പോൾ. ദരിദ്രരെയും നിർദോഷികളെയും ബുദ്ധികെട്ട അവർ കുറ്റപ്പെടുത്തും. എന്നാൽ ശക്തന്മാരുടെ ദുർനടത്തകളിന്മേൽ അവർ മൗനം ദീക്ഷിക്കും. കാരണം അവരെല്ലാവരും ദുഷിച്ചു പോയിരിക്കുന്നു. ഒരേ കുറ്റത്തിന് പരസ്പരം കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. അവർക്ക് അത്യാഗ്രഹമാണ്. ദൈവത്തെ അല്ല, മാമോനെയാണ് ആഗ്രഹിക്കുന്നത്. ജഡികാസക്തിയുടെയും കുറ്റകൃത്യങ്ങളുടെയും പ്രതിഫലമായ സ്വർണം സ്വീകരിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. ഈ ഇടപാടിലെല്ലാം മോഷണവും ഊഹിക്കാവുന്നതിലധികമായ എല്ലാ പരിധികളെയും അതിലംഘിക്കുന്ന ദ്രവ്യാഗ്രഹവും ഉണ്ട്. അവർ പൊടി കൊണ്ട് പൊതിയപ്പെട്ടവരാണ്. അത് അവരുടെ മേലിരുന്നു. വൃത്തിയുള്ള മുഖം കാണിക്കുന്ന അവരുടെ ഹൃദയം, അഴുക്ക് നിറഞ്ഞ ഹൃദയം ദൈവം കാണുന്നു. വിദ്വേഷമാകുന്ന തുരുമ്പും പിടിച്ച് ഭ്രമിച്ചിരിക്കുകയാണവർ. പാപമാകുന്ന പുഴു അവരിലുണ്ട്. തന്നെത്താൻ ശ്രമിച്ച് രക്ഷ പ്രാപിക്കാൻ അവരെ കൊണ്ട് കഴിയുകയുമില്ല. സകല അധികാരവും ചെങ്കോലും വാളും ഉള്ളതുപോലെ അവർ ശാപവാക്യങ്ങൾ ഉച്ചരിക്കുന്നു. എന്നാൽ അവർ തന്നെ ശപിക്കപ്പെട്ടവരാണെന്ന് അവർ അറിയുന്നില്ല. സ്വന്തമായ അഭിപ്രായങ്ങളും വിദ്വേഷവും നിമിത്തം മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവർ കുഴിമാടത്തിലെ മൃതശരീരങ്ങൾ പോലെയോ കാരാഗൃഹത്തിൽ കഴിയുന്നവരെ പോലെയോ ആണ്. അഴികളിൽ അള്ളിപ്പിടിച്ച് വല്ലവരും അവനെ തട്ടിക്കൊണ്ടു പോയെങ്കിലോ എന്ന് പേടിച്ചു കഴിയുന്നു. കാരണം മരണപ്പെട്ട അവർ ഇപ്പോഴും എന്തൊക്കെയോ ആണ്. മമ്മികളാണ്, വേറൊന്നുമല്ല. മമ്മികൾ കാഴ്ചയിൽ മനുഷ്യരെ പോലെയുണ്ട്, എന്നാൽ ശരീരം ഉണക്കക്കൊള്ളി പോലെ. ജീവൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ അവ പുരാവസ്തുക്കളാണ്. ഒരു ശിശു അമ്മയുടെ പാൽ ആഗ്രഹിക്കുന്നത് പോലെ മരണത്തിൻ്റെ ദുർഗന്ധമല്ല, ജീവൻ നൽകാൻ കഴിവുള്ള ഒരാളെ ആഗ്രഹിക്കുന്ന ആ ലോകത്തിൽ അവർ മമ്മികളാണ്. അവർ ദൈവാലയത്തിലാണ് ജീവിക്കുന്നത്. വിളക്കുകളുടെ പുക, അതായത് ബഹുമതികൾ, അവരെ കറുത്തതാക്കുന്നു. പ്രകാശം അവരുടെ മേൽ പതിക്കുന്നില്ല. എല്ലാവിധ ദുരാഗ്രഹങ്ങളും
പറവകളും പൂച്ചകളും എന്ന പോലെ അവരിൽ കുടികൊള്ളുന്നു. അവരുടെ ദൗത്യത്തിൻ്റെ തീയ് ദൈവസ്നേഹാഗ്നിയുടെ ഭൗതികമായ പീഡനം അവരിൽ ഉളവാക്കുന്നില്ല. സ്നേഹത്തിൽ നിന്ന് അകലാനാണ് അവർക്ക് കഴിയുക. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി അവരിൽ കത്തുന്നില്ല. സഹോദര സ്നേഹം അതിൻ്റെ സ്വർണപ്രഭയോടെ അവരണിയുന്നില്ലാത്തതുപോലെ തന്നെ. രണ്ടു രൂപവും രണ്ടു ഉറവിടങ്ങളുമുള്ള സ്നേഹം, ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് അതിൻ്റെ രൂപം. ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ളവ. ഇതാണ് അതിൻ്റെ ഉറവിടം. സ്നേഹിക്കാത്ത മനുഷ്യനിൽ നിന്ന് ദൈവം പിൻവാങ്ങുന്നു. അങ്ങനെ ആദ്യത്തെ ഉറവിടം ഇല്ലാതാകും. മനുഷ്യൻ ദുഷ്ടനായ ഒരു മനുഷ്യനിൽ നിന്ന് പിന്മാറും. അങ്ങനെ രണ്ടാമത്തെ ഉറവിടവും നിലയ്ക്കും. സ്നേഹമില്ലാത്ത ഒരു മനുഷ്യന് ഒന്നും ഇല്ലാതാകുന്നു. ശപിക്കപ്പെട്ട ഒരു വിലയ്ക്ക് വാങ്ങപ്പെടുവാൻ അയാൾ അനുവദിക്കുന്നു. ലാഭവും അധികാരവും എവിടെ കിട്ടുമോ അവിടേക്ക് നയിക്കപ്പെടാനും അനുവദിക്കുന്നു. പാടില്ല, ഇത് ശരിയല്ല. ഒരു മനസാക്ഷിയെ വാങ്ങാൻ എത്രയധികം പണമുണ്ടെങ്കിലും സാധ്യമല്ല, പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ്റേതോ അധ്യാപകൻ്റേതോ. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്ന ഭൂമിയിലെ ഏതു വൻകാര്യത്തോടും ഇണങ്ങിച്ചേരാവുന്നതല്ല. അത് ആധ്യാത്മികമായ കഴിവുകേടാണ്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: കർത്താവിൻ്റെ അണികളിലേക്ക് ഒരു ഷണ്ഡനെ സ്വീകരിക്കുന്നത് പ്രകൃതിയാൽ ഷണ്ഡനായ ഒരാളെ ദൈവജനത്തിൽ ചേർക്കാൻ പാടില്ല എങ്കിൽ, ആധ്യാത്മികമായി ഷണ്ഡനായിരിക്കുന്ന ഒരുവന് കർത്താവിൻ്റെ പുരോഹിതനാകാൻ കഴിയുമോ? ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം അനവധി പുരോഹിതരും അധ്യാപകരും കുറ്റകരമായ ആധ്യാത്മിക ഷണ്ഡത്വം ബാധിച്ചവരാണ്. ആധ്യാത്മികമായ പൗരുഷം അവർക്കില്ല. ഇങ്ങനെ വളരെയേറെ പേരുണ്ട്. ചിന്തിക്കൂ, നിരീക്ഷിക്കൂ, താരതമ്യപ്പെടുത്തൂ. നമുക്ക് ധാരാളം വിഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണും. എന്നാൽ നന്മയാകുന്ന ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പട്ടണങ്ങളൊന്നും ഇപ്പോൾ വിശുദ്ധമല്ലാത്തത്. ഇസ്രായേലിൽ ഇപ്പോൾ ബഹുമാന്യമായ ഒന്നും തന്നെ ഇല്ല. വിശുദ്ധരല്ലാതായി തീർന്നിരിക്കുന്നവരുടെ വിദ്വേഷ നിമിത്തം ഇസ്രായേലിലെ വിശുദ്ധർ മരിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വരൂ, നിങ്ങളുടെ ജോണിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അവൻ വിശുദ്ധനായതുകൊണ്ട് അവൻ വേദനിക്കുന്നു. അവൻ എനിക്ക് മുമ്പേ ഉള്ളവനായതുകൊണ്ട് അവനെ അടിക്കുന്നു. കാരണം കുഞ്ഞാടിൻ്റെ വഴിയിലെ അഴുക്ക് നീക്കാൻ അവൻ ശ്രമിച്ചു. ദൈവത്തെ സേവിക്കാൻ വരൂ, സമയം അടുത്തിരിക്കുന്നു. രക്ഷയ്ക്ക് തയ്യാറാകാത്തവരാകരുത്. വിതച്ചിരിക്കുന്ന നിലത്ത് മഴ പെയ്യട്ടെ, അല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാകും. ഹെബ്രോണിലെ ആളുകളായ നിങ്ങൾ നേതാക്കളാകണം. സക്രിയാസിനോടും ഏലീശായോടും കൂടെ ഇവിടെ താമസിച്ചിരുന്നവരാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന ജോണിനെ സ്വീകരിക്കാൻ അർഹരായ ദമ്പതികളായിരുന്നു അവർ. അവർ കൃപാവരത്തിൻ്റെ പരിമളം അവിടെ ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയാലും മരുഭൂമിയിൽ വസിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയുള്ളവരെ അവൻ സ്നേഹിച്ചു. അവൻ്റെ സഹപൗരന്മാരായ നിങ്ങളെയും സ്നേഹിച്ചു. എല്ലാവർക്കും രക്ഷ കിട്ടണമേ എന്ന് അവൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട്. രക്ഷയുടെ അർത്ഥം കർത്താവിൻ്റെ സ്വരം പിൻചെല്ലണമെന്നും അവൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെന്നുമാണ്. പുരോഹിതന്മാരുടെ പട്ടണമായ ഈ സ്ഥലത്ത് നിന്ന് ഒരു സംഘമായി വന്ന് നിങ്ങൾ ദൈവത്തിന് സേവനം ചെയ്യുവിൻ. ഞാൻ കടന്നു പോകുകയാണ്. ഞാൻ നിങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വേശ്യകളേക്കാൾ താഴെയായി പോകരുത്. അവർക്ക് കാരുണ്യത്തിൻ്റെ ഒരൊറ്റ വാക്കുമതി പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് നന്മയുടെ പാതയിലേക്ക് വരാനുള്ള പ്രചോദനം ലഭിക്കാൻ. ഞാൻ വന്നയുടനെ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു: നിനക്ക് ഞങ്ങളോട് ഒരു പിണക്കവുമില്ലേ? പിണക്കമോ? ഇല്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമേയുള്ളൂ. എൻ്റെ ജനങ്ങളുടെ വലിയ സമൂഹത്തിൽ നിങ്ങളെയും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പുതിയ ഒരു പുറപ്പാടിൽ സത്യമായിട്ടുള്ള വാഗ്ദത്ത ഭൂമിയിലേക്ക്, ദൈവത്തിലേക്ക് ഞാൻ ഇവരെ നയിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ജഡികമോഹങ്ങളാകുന്ന ചെങ്കടൽ കടത്തുന്നു. പാപത്തിൻ്റെ മരുഭൂമിയെ പിന്നിടുന്നു. എല്ലാ തരത്തിലുമുള്ള അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കുന്നു. ആനന്ദവും സമാധാനവും മുറ്റി നിൽക്കുന്ന കവിഞ്ഞൊഴുകുന്ന നിത്യമായ ദേശത്തേക്ക് അവരെ നയിക്കുന്നു. വരൂ, ഇത് കടന്നു പോകുന്ന സ്നേഹമാണ്. ഇഷ്ടമുള്ള എല്ലാവർക്കും അവനെ അനുഗമിക്കാം. കാരണം സന്മനസ്സുള്ള എല്ലാവരെയും അവൻ സ്വീകരിക്കും.
വേറൊരു വ്യവസ്ഥയും അവൻ ആവശ്യപ്പെടുകയില്ല. ഈശോ പ്രസംഗം അവസാനിപ്പിച്ചു. അർത്ഥസ്തബ്ധരായ ജനങ്ങൾ പൂർണ്ണ മൗനം പാലിക്കുന്നു. പലരും ഈ വാക്കുകളുടെ പൊരുൾ ചിന്തിക്കുകയും പരിശോധിച്ച് താരതമ്യപ്പെടുത്തി ഒരു നിഗമനത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഈ സമയം അന്തരീക്ഷത്തിൽ നല്ല ചൂട്. ക്ഷീണിതനായ ഈശോ ജോണിൻ്റെയും യൂദാസിൻ്റെയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ തോട്ടത്തിനപ്പുറത്ത് നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. എന്താണ് ആരവം എന്ന് ആദ്യം വ്യക്തമായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മിശിഹ അവിടെയുണ്ടോ, അവൻ അവിടെയുണ്ടോ എന്ന് വ്യക്തമായി കേൾക്കാറായി. ഉണ്ടെന്നുള്ള മറുപടി കേട്ടപ്പോൾ രോഗത്താൽ ആകെ വികലാംഗനായി വളഞ്ഞു ചുരുണ്ടുപോയ ഒരു മനുഷ്യനെ അവർ കൊണ്ടുവരുന്നു. ഓ, അത് മാഷാലാണല്ലോ. പക്ഷെ അവൻ ആകെ തീർന്നവനാ. അവൻ എന്തു പ്രതീക്ഷിക്കാനാണ്? അവൻ്റെ അമ്മയും കൂടെയുണ്ട്, പാവം സ്ത്രീ. ഗുരുവേ, ഇവൻ്റെ ഈ വൈരൂപ്യം കണ്ട് അവളുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞു. അവൾ പരസഹായം മൂലമാണ് ജീവിക്കുന്നത്. എന്നാൽ അവൾ വൃദ്ധയായി. ഇനി അധികം നാൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവൻ പ്രകൃതിയുടെ ഒരു പ്രത്യേക വികൃതി തന്നെ ഇപ്പോൾ ഈശോയുടെ മുന്നിലുണ്ട്. അവൻ ആകെ ചുരുണ്ടിരിക്കുന്നതിനാൽ അവൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല. അവനെ കണ്ടാൽ ഒരു മനുഷ്യക്കുരങ്ങിൻ്റെ വികൃതമായ രൂപമായി തോന്നിക്കും. മനുഷ്യരൂപം ചേർന്ന ഒരൊട്ടകം പോലെയുമാണവൻ. അവൻ്റെ അമ്മ നിർഭാഗ്യയായ ഒരു പാവം വൃദ്ധ സ്ത്രീ. ഒന്നും പറയുന്നില്ല. അവൾ കർത്താവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്നാവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് കരയുക മാത്രം ചെയ്യുന്നു. ഈശോയുടെ അരയ്ക്ക് താഴെ മാത്രമേ അയാൾക്ക് പൊക്കമുള്ളൂ. ഈശോ കൈകൾ അവൻ്റെ തോളിൽ വച്ചുകൊണ്ട് ഇടിനാദം പോലെയുള്ള ശബ്ദത്തിൽ പറയുന്നു, എഴുന്നേറ്റ് കർത്താവിൻ്റെ വഴിയിൽ നടക്കുവിൻ. ആ മനുഷ്യൻ ഒരു ഞെട്ടലോടെ ചാടി എണീറ്റു. ഏറ്റവും പരിപൂർണനായ ഒരു മനുഷ്യൻ. അവൻ്റെ ചലനങ്ങളെല്ലാം എത്ര വേഗത്തിൽ! അവനെ പിടിച്ചു കെട്ടിയിരുന്ന സ്പ്രിങ്ങുകളെല്ലാം പൊടുന്നനവെ പൊട്ടിപ്പോയതുപോലെ. ഇപ്പോൾ ഈശോയുടെ തോൾ വരെ അയാൾക്ക് ഉയരമുണ്ട്. അവൻ ഈശോയെ നല്ലവണ്ണം നോക്കുന്നു. അനന്തരം മുട്ടിന്മേൽ വീണ് ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുന്നു. അവൻ്റെ അമ്മയും ഒപ്പം പാദങ്ങൾ മുത്തുന്നു. ജനക്കൂട്ടത്തിൻ്റെ ബഹളം പറഞ്ഞറിയിക്കാൻ പ്രയാസം. ഈശോ ഹെബ്രോണിൽ താമസിക്കാൻ നിർബന്ധിതനായി. കാരണം ആളുകൾ എല്ലാ കവാടങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈശോ പോകരുതെന്ന് അവർക്ക് നിർബന്ധമായി. അങ്ങനെ ഈശോ സിനഗോഗ് തലവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കഴിഞ്ഞ വർഷത്തിലേതിൽ നിന്ന് എത്രയോ വ്യത്യാസമുള്ളവനായിരിക്കുന്നു. ദർശനം അവസാനിക്കുന്നു.